കലയ്ക്കും സംഗീതത്തിനും പുറമെ മനുഷ്യർ കൈമാറി വന്ന മറ്റൊരു കാര്യമായിരുന്നു ആചാരാനുഷ്ഠാനങ്ങൾ. ശവസംസ്കാരം പോലുള്ള ആചാരങ്ങൾക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ടെങ്കിലും ഒരു പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം എന്ന സങ്കല്പത്തിന് ഏതാണ്ട് 7000 വർഷങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ. ഭയത്തിൽ നിന്നാണ് ആരാധനയും ആചാരങ്ങളും പ്രാർത്ഥനയും ഉടലെടുക്കുന്നത്. പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അവൻ ഭയപ്പെട്ടിരുന്നു. അവന്റെ വിളനിലകൾ മിന്നലിൽ കരിഞ്ഞു പോവുകയും മഴയിൽ മുങ്ങിപ്പോവുകയും ചെയ്തതോടെ അവൻ മിന്നലിനെയും മഴയെയും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. ശേഷം തങ്ങളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന മരങ്ങളെയും മലകളെയും മൃഗങ്ങളെയും പുഴകളെയും അവൻ ആരാധിച്ചു വന്നു. പ്രാചീന ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലെയും മനുഷ്യരാണ് ആദ്യമായി ആരാധനയ്ക്ക് ദേവീദേവന്മാർ എന്ന സങ്കല്പം കൊണ്ടുവരുന്നത്. ശേഷം 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾക്ക് സമാനമായി സൂര്യൻ, ഭൂമി, ജലം, വായു, അഗ്നി, മഴ, നദികൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിദ്യ, സമ്പത്ത്, ശക്തി, പ്രണയം, കൃഷി, മരണം എന്നീ മനുഷ്യഗുണങ്ങൾക്ക് വരെ ദൈവസങ്കല്പം പ്രദാനം ചെയ്തുകൊണ്ട് ഹൈന്ദവ സംസ്കാരം ജന്മം കൊണ്ടു. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും ഉപനിഷത്തുകളും ഉത്സവങ്ങളും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായി മാറി. കൂടാതെ വിവിധ ദൈവസങ്കല്പങ്ങൾക്ക് ദേവാലയവും വിഗ്രഹാരാധനയും തുടങ്ങിവെക്കുന്നതും ഇന്ത്യയിലാണ്. ശേഷം ധ്യാനം, ആത്മീയത, തീർത്ഥാടനം തുടങ്ങിയ തലങ്ങളിലേക്കും അത് വ്യാപിച്ചു. 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നത്. ദൈവസങ്കല്പങ്ങളും ആരാധനാ രീതികളുമെല്ലാം ഹൈന്ദവ സംസ്കാരത്തിന് സമാനമായിരുന്നു. പ്രപഞ്ച വസ്തുക്കൾക്കും മനുഷ്യഗുണങ്ങൾക്കും ദൈവസങ്കല്പം പ്രദാനം ചെയ്തതിനു പുറമെ പൂജകളും ബലി കൊടുക്കുന്നത് പോലെയുള്ള വഴിപാടുകളും ഉത്സവങ്ങളും കോമരങ്ങളും ഇന്ത്യയിലെന്ന പോലെ ഗ്രീസിലും റോമയിലും തുടർന്നു വന്നു. ബഹുദൈവ സങ്കല്പങ്ങൾക്ക് വിഭിന്നമായി ലോകത്ത് ആദ്യമായി ഏകദൈവ സങ്കല്പവുമായി എബ്രഹാമിക് മതങ്ങൾ പിറവികൊള്ളുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ജൂതമതത്തിലൂടെയാണ്. പിന്നീട് ദൈവസങ്കല്പങ്ങൾ സംസ്കാരങ്ങൾ എന്നതിലുപരിയായി ഓർഗനൈസ്ഡ് റിലീജിയൻസ് അഥവാ സംഘടിത മതങ്ങളായി മാറുകയായിരുന്നു. ഒരു ദൈവം, ഒരു ദേവാലയം, ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നിങ്ങനെയുള്ള ദൈവാരാധനയിൽ ഒരു ഘടന രൂപപ്പെട്ടു വന്നു. ജൂതമത വിശ്വാസികൾ യഹോവയെ ദൈവമായും ടോറയെ വിശുദ്ധ ഗ്രന്ഥമായും കണക്കാക്കി. ശേഷം 2000 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ക്രൈസ്തവ മതത്തിൽ വിശ്വാസികൾ യേശുവിനെ ദൈവപുത്രനായും ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥമായും കണക്കാക്കി. പിന്നീട് 1400 വർഷങ്ങൾക്ക് മുമ്പ് എബ്രഹാമിക് മതങ്ങളിലെ മൂന്നാമത്തെ മതമായി ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടുകയും വിശ്വാസികൾ അല്ലാഹുവിനെ ദൈവമായും ഖുറാനെ വിശുദ്ധ ഗ്രന്ഥമായും കണക്കാക്കി. 3 മതസ്ഥർക്കും ഇന്നത്തെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേം വിശുദ്ധ നഗരമായി മാറി. അതിനുശേഷം പേർഷ്യ അഥവാ ഇറാനിൽ പാർസി മതവും ഇന്ത്യയിൽ ബുദ്ധ, ജൈന, സിഖ് മതങ്ങളും ചൈനയിൽ താവോയിസം, കൺഫ്യൂഷനിസം തുടങ്ങിയ മതവിഭാഗങ്ങളും രൂപപ്പെട്ടു വന്നു.